സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 മാത്സിൻ്റെ തേർഡ് ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണേ. ഇപ്പോൾ ദ മാജിക് നമ്പർ ഓഫ് കാപ്രിക്കർ. നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പാർട്ടുകൾ നിങ്ങൾ കണ്ട ശേഷം ഇത് കാണുക. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ പലതരത്തിലുള്ള പാറ്റേൺസും കാര്യങ്ങളും ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് കാപ്രിക്കർ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ്റെ ഒരു പ്രത്യേക കണ്ടുപിടുത്തമാണ്. Dear Capriker was a mathematics teacher in government school in Devlali, Maharashtra. He liked playing with numbers very much and found many beautiful patterns in numbers that were previously unknown. അദ്ദേഹം, അതായത് DR കാപ്രിക്കർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മാത്സ് ടീച്ചറായിരുന്നു. അദ്ദേഹം പലതരത്തിലുള്ള നമ്പർ പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത പലതരത്തിലുള്ള പാറ്റേൺസും. In 1959, he discovered a fascinating and magical phenomenon which playing with 4-digit numbers. അദ്ദേഹം 1949 4-digit numbers വെച്ചിട്ട് ഒരു മാജിക് നമ്പർ കണ്ടുപിടിച്ചു. Follow these steps and experience the magic for yourself. Pick 4-digit number having at least 2 different digits. അതായത് 6382 എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തിൽ ഒരു നമ്പറിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, 63882. ഇതിൻ്റെ കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ, 2 ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് എങ്കിലുമുള്ള ഒരു 4-ഡിജിറ്റ് നമ്പർ 4 ഡിജിറ്റ് ആയിരിക്കണം. അതിനകത്ത് 2 എണ്ണമെങ്കിലും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സ് എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? മേക്ക് എ ലാർജസ്റ്റ് നമ്പർ ഫ്രം ദ ഡിജിറ്റ്, കോൾ ഇറ്റ് എ. അതായത് ഇപ്പം നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പം 2 3 1 5 ഇങ്ങനെ ഒരു നമ്പർ എടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഈ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ അപ്പോൾ എത്ര? 5 3 2 1. ഇതിനെ അവർ എ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഇത് തന്നെ വെച്ച്, ഈ നമ്പേഴ്സ് തന്നെ വെച്ചിട്ട് നമ്മൾ ഏറ്റവും ചെറിയ ഒരു നമ്പറും ഉണ്ടാക്കുന്നു. ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറും ഉണ്ടാക്കുന്നു. അതിനെ നമ്മൾ ബി എന്ന് വിളിക്കുന്നു. ഈ 2 നമ്പറും തമ്മിൽ മൈനസ് ചെയ്യുക, അതായത് എ മൈനസ് ബി. അതായത് 5 3 2 1 മൈനസ് 1 2 3 5. അപ്പോൾ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ട്. അതിനെ നമ്മൾ സി എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അപ്പം ഏതെങ്കിലും 4 ഡിജിറ്റ്സ് എടുക്കുക, 2 എണ്ണമെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കണം. അതിനുശേഷം അതുകൊണ്ടുണ്ടാക്കാവുന്ന ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അതിനെ നമ്മൾ സി എന്ന് വിളിക്കുന്നു. ഇനി ആ നമ്പർ അതിലെ ഡിജിറ്റ്സ് വെച്ച് വീണ്ടും നമ്മൾ ഇതുപോലെ സ്മോളസ്റ്റും ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ടാകുന്നു, അതിൻ്റെ ഡിഫറൻസ് കാണുന്നു. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു ഫിക്സ്ഡ് നമ്പർ എല്ലായ്പ്പോഴും കിട്ടുന്നുവെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. നോക്കിയേ, ഇവിടെ എ ഈസ് ഈക്വൽ ടു എക്സ് 8632. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന നമ്പർ 6ഉം 8ഉം 3ഉം 2ഉം ആയിരുന്നു. അത് വെച്ച് ഉണ്ടാക്കാവുന്ന, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന നമ്പർ, ആ നമ്പർ വെച്ചിട്ട് ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കിയിരിക്കുന്നു, സ്മോളസ്റ്റ് നമ്പർ ഉണ്ടായിരിക്കുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കണ്ടോ, 6264. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന നമ്പർ 6 2 6 4 ഇങ്ങനെ 4 ഡിജിറ്റ്സ് വെച്ചിട്ടുള്ള നമ്പർ. ഇനി ഈ 4 ഡിജിറ്റ്സ് വെച്ച്, അതായത് ഈ തന്നിരിക്കുന്ന ഈ മൈനസ് ചെയ്ത് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണ്? 6 2 6 4. ഇത് വെച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പരും ഏറ്റവും ചെറിയ നമ്പറും ഉണ്ടാക്കുന്നു. അതിനുശേഷം അത് തമ്മിൽ മൈനസ് ചെയ്യുന്നു. വീണ്ടും അടുത്ത നമ്പർ നമുക്ക് കിട്ടി 4176. അപ്പോൾ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 4 1 7 6. ഈ 4 ഡിജിറ്റ് വെച്ചിട്ട് പിന്നെയും നമ്മൾ ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഉണ്ടാക്കുന്നു, വീണ്ടും മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6174 എന്ന് പറയുന്ന ഒരു നമ്പർ, 6174 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ ഈ ഒരു നമ്പർ അതായത് നമ്മൾ ഏത് 4 ഡിജിറ്റ് നമ്പർ എഴുതിയാലും ഇതുപോലെ, അതായത് മിനിമം 2 നമ്പറെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് ഇതുപോലെ ആ 4 ഡിജിറ്റ് വെച്ച് ഒരു ലാർജ് നമ്പറും ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ട് വീണ്ടും ഇതുപോലെ കണ്ട് ചെല്ലുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റൗണ്ടിൽ നമുക്ക് എന്ത് കിട്ടും? 6174 എന്ന് പറയുന്ന നമ്പർ കിട്ടുമെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതിനെ കാപ്രിക്കർ കോൺസ്റ്റൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ചെയ്ത് നോക്കാം.
ഇപ്പം ഞാൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പേരെണ്ണം ചെയ്യാൻ പറ്റുമോ എന്ന്. നമ്മളിപ്പോൾ എടുക്കുന്നത് എ എന്ന് പറയുന്നത്, ഇത് ഞാൻ എടുക്കുന്ന ഡിജിറ്റ് 1 2 3 4 എന്ന് പറയുന്ന നമ്പേഴ്സ് എടുക്കുന്നത്, അതായത് 1 2 3 4. ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ നമ്പർ നമ്മൾ ഉണ്ടാക്കുന്നത് എ സിക്ക് ഒരു വലിയ നമ്പറാണ് വരുന്നത്. അപ്പോൾ 4 നമ്മൾ എടുത്തിരിക്കുന്ന 1 2 3 4 ഇത് വെച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ 4 3 2 1 അല്ലേ. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 1 2 3 4. ഇനി ഇതിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. 4 3 2 1 മൈനസ് 1 2 3 4. 1 മൈനസ് 4 പറ്റില്ല, അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പുറത്തുനിന്ന് പറഞ്ഞ എടുത്തു. 11 മൈനസ് 4 7 കിട്ടി. ദെൻ എഗെയിൻ ഇവിടെ 1 ഉള്ളത്, ഇത് 11 മൈനസ് 3 8 കിട്ടുന്നു. ദെൻ 2 മൈനസ് 2 0. ദെൻ 4 മൈനസ് 3 4 മൈനസ് 1 3 അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പറാണ് കിട്ടിയത്? 3 0 8 7 4 ഡിജിറ്റ് കിട്ടിയല്ലോ. ഇത് വെച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാ? എ ഈസ് ഈക്വൽ ടു 8 7 3 0. ഏറ്റവും ചെറിയ നമ്പരോ? 0 ആദ്യം ചേർത്താൽ ഏറ്റവും ചെറിയ നമ്പർ കിട്ടും അല്ലേ. 0 3 7 8. ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നാം, നമ്മൾ ഈ 0 ഏറ്റവും മുന്നേ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു 3 ഡിജിറ്റ് നമ്പറായിട്ട് മാറും, ശരിയല്ലേ? പക്ഷേ നമുക്ക് അങ്ങനൊരു കണ്ടീഷൻ പറയുന്നില്ല, അതായത് 0 ഫ്രണ്ടിൽ വരരുത് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് 0 ആദ്യം കൊടുക്കാൻ പറ്റും. ഇത് തമ്മിൽ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. 0 മൈനസ് 8 പറ്റത്തില്ല, സോ ഇവിടെ നിന്ന് എടുത്തു. 10 മൈനസ് 8 2. ദെൻ 12 അല്ലേ. 12 മൈനസ് 7 എന്ന് പറയുന്നത് എത്ര കിട്ടും? 5 അല്ലേ. 5 6 3. ഇനി 8 മൈനസ് 0 8. അപ്പോൾ എത്ര കിട്ടി? 8352 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഇനി ഈ 8352 8352 ഈ നമ്പറിനെ നമുക്ക് ഇതുപോലെ ഏറ്റവും വലിയ നമ്പരും ചെറിയ നമ്പരും ആകട്ടെ എടുക്കാം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 8532, ബി ഈക്വൽ ടു 2358. ഈ എ മൈനസ് ബി ചെയ്യാം. എ മൈനസ് ബി ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് കിട്ടുന്നത് 12 മൈനസ് 8 എത്ര കിട്ടുന്നത്? 4. ദെൻ 12 മൈനസ് 5 12 മൈനസ് 5 വരുന്നുണ്ട് 7. ദെൻ 4 മൈനസ് 3 1. 8 മൈനസ് 2 6. കണ്ടോ, 6174 എന്ന് പറയുന്ന നമുക്ക് കാപ്രേക്കർ കോൺസ്റ്റൻറ്റ് അവിടെ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 ഡിജിറ്റ്, ഇപ്പോൾ ചിലപ്പോൾ 1 2 റൗണ്ടിന് നമുക്ക് കിട്ടുന്നില്ലായിരിക്കും, പക്ഷേ കുറേ റൗണ്ട്സ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാപ്രേക്കർ കോൺസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ക്യാരി ഔട്ട് ദീസ് സെയിം സ്റ്റെപ്സ് വിത്ത് എ ഫ്യൂ 3 ഡിജിറ്റ് നമ്പർ. ഏതെങ്കിലും 3 ഡിജിറ്റ് നമ്പർ ഇതുപോലെ തന്നെ നമുക്ക്, അതായത് 3 ഡിജിറ്റ്സ് എടുക്കുന്നു, ആ ഡിജിറ്റ്സിൽ 2 ഡിഫറെൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള എടുത്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ സ്മോളസ്റ്റ് ഡിജിറ്റും സ്മോളസ്റ്റ് നമ്പരും ഗ്രേറ്റസ്റ്റ് നമ്പരും കൂടെ നോക്കിയിട്ട് അതിൽ ഇതേ വേയിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത് എന്നവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ള നമ്പേഴ്സ്, ഇപ്പം ഒരു 3 ഡിജിറ്റ് നമ്പറാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 3 5 9 3 ഡിജിറ്റുള്ള 3 ഡിജിറ്റ്സ് എടുത്തു. ഇത് വെച്ച് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഏത് വേണേലും ചെയ്യാം, ഞാൻ ഒരെണ്ണം എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എ എന്ന് പറയുന്ന നമ്പർ എത്ര കിട്ടും? 953 അല്ലേ. ബി എന്ന് പറയുന്ന നമ്പർ 359. അപ്പോൾ എ എന്ന് പറയുന്ന ലാർജസ്റ്റും ബി എന്ന് പറയുന്ന സ്മോളസ്റ്റ്, ഇത് തമ്മിൽ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 മൈനസ് 9 4 കിട്ടും. ദെൻ 4 മൈനസ് 5 പറ്റത്തില്ല, സോ 14 മൈനസ് 5 9. ദെൻ 8 ഉണ്ട്, 8 മൈനസ് 3 5. അപ്പോൾ എത്ര കിട്ടി? 594. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ? 5 9 4. ഇത് വെച്ചിട്ടുള്ള ലാർജസ്റ്റ് നമ്പർ ചെയ്യുന്നു. 594 വെച്ചിട്ട് ഉള്ള ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 954.
സ്മോളസ്റ്റ് നമ്പർ ബി എത്ര കിട്ടുന്നത്? 459 അല്ലേ? ഇത് തമ്മിൽ വീണ്ടും മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം നമുക്ക്. 4 - 9 പറ്റത്തില്ല. സോ 14. ഇവിടുന്ന് 14 എടുത്തു. 14 എടുത്തു കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? 14 - 9 5 അല്ലേ? ദെൻ 4 - 5 പറ്റത്തില്ല. എഗെയിൻ 1 ഇവിടുന്ന് എടുത്തു. അപ്പോൾ 14 ആയി. 14 - 5 9 ആണല്ലോ. ദെൻ 8 - 4 495 എന്ന് പറയുന്ന നമ്പർ കിട്ടി. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 495. അടുത്ത ഈ 495 എന്ന് പറയുന്ന ഡിജിറ്റ് 495 അല്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ ഏറ്റവും വലിയ നമ്പർ ഉണ്ടാക്കുന്നു. A = 954 - 459 എത്രയായിരിക്കും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? നമ്മളെ മുമ്പ് കണ്ട നമ്പർ തന്നെ എത്ര കിട്ടുന്നത്? 495 തന്നെ വീണ്ടും കിട്ടും. ശരിയാണല്ലോ. പിന്നെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം അതാണ്, ക്യാരി ഔട്ട് ഓൾ ദീസ് സ്റ്റെപ്സ് വിത്ത് 3-digit നമ്പർ. 1 നമ്പർ വിൽ സ്റ്റാർട്ട് റിപ്പീറ്റിംഗ്. ഏത് നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഏതാണ്? 495 എന്ന് പറയുന്ന നമ്പർ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്ത് നോക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ അതുകൊണ്ട് നിർത്തരുത്. ബിക്കോസ് നമ്മൾ ഒരാൾ ചെയ്ത് നോക്കി എന്ന് പോരാഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടത് ചെയ്ത് നോക്കണം. എന്നാലേ ശരി. എല്ലാ നമ്പേഴ്സും ഇങ്ങനെ കുറേ നമ്പേഴ്സ് ചെയ്താലും 495 തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. നമ്മുടെ സമയക്കുറവുള്ള ഏത് നമ്പർ നോക്കിയാലും നമുക്ക് ഇങ്ങനെ കിട്ടും. Clock and calendar numbers. On the usual 12-hour clock, there are timing with different patterns. For example, നമ്മുടെ 12 മണി ക്ലോക്ക്, അതായത് 12 മണി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ 12-hour ക്ലോക്ക് ഇല്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. 12, 3, 6, 9 ഈ ക്ലോക്ക്, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ട്രൈ ആൻഡ് ഫൈൻഡ് ഔട്ട് ഓൾ പോസിബിൾ ടൈംസ് ഓഫ് 12-hour ക്ലോക്ക് ടു ഈച്ച് ദീസ് ടൈപ്പ്. നോക്കിയാൽ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഉള്ള ക്ലോക്കിൽ വരുന്ന സമയമാണ്. 4:44. ഇതിൽ 4 എന്ന് പറയുന്ന നമ്പർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 10, 10 ഇതും അതുപോലെ തന്നെ 10 എന്ന് പറയുന്ന നമ്പർ. ഇത് 12, 21 ഇങ്ങനെ കുറേ പാറ്റേൺസ് ഉള്ള നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മനീഷ് ഹാസ് ഹിസ് ബർത്ത്ഡേ ഓൺ 2012 where the digits 2, 0, 1 and 2 repeated in order. അതായത് 2, 0, 1, 2, 2, 0, 1, 2 ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് പറയുന്നത് നോക്കി, നമുക്ക് ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്തു അല്ലേ? ഇവിടെ നിന്ന് 1010 എന്ന് പറയുന്ന നമ്പർ ഇവിടെ നിന്ന് അങ്ങോട്ട് 12, 21 എന്ന് വായിക്കാൻ പറ്റും. ഇത് തിരിച്ചു വന്നാലും എങ്ങനെ ഇവിടുന്ന് 12, 21 എന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉള്ള, അതുപോലെ ഈ മനീഷ് എന്ന് പറയുന്ന കുട്ടിയുടെ ബർത്ത്ഡേ വായിച്ചാൽ നമുക്ക് തിരിച്ചും വായിക്കുമ്പോൾ നോക്കാമല്ലോ. 12, 20 അല്ലേ? 2012 എന്ന് വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ നമുക്ക് വായിച്ചാൽ വരും. ഫൈൻഡ് അതർ ഡേറ്റ്സ് ഓഫ് ദ സെയിം ഫോം. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഡേറ്റുകളും സമയങ്ങളും നിങ്ങൾക്ക് അറിയാൻ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നത്. നമുക്ക് സമയമൊക്കെ ഇഷ്ടം പോലെ കണ്ടുപിടിക്കാം. ഇപ്പോൾ 12, ഇതൊരു പാറ്റേൺ ആണ് അല്ലേ? പിന്നെ അല്ലെങ്കിൽ 5:55 ശരിയല്ലേ? വേറൊരു പാറ്റേൺ. പിന്നെ അതല്ലെങ്കിൽ 3:33 ഇതൊക്കെ നമുക്ക് ക്ലോക്കിൽ കാണാൻ പറ്റുന്ന സമയങ്ങൾ. അതുപോലെ ഡേറ്റ് വരുന്നുണ്ട് 12/2/2020 ശരിയല്ലേ? ഇവിടെ ഇതിനകത്തിൽ 2ഉം 0ഉം റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? പിന്നെ 02 എന്ന് പറയുന്നതാണേ കണ്ടോ, ഇതെല്ലാം 0ഉം 2ഉം മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര നമ്പേഴ്സ് വേണമെങ്കിലും അല്ലെ ഡേറ്റ്സ് വേണമെങ്കിലും ഇതിൽ കാണാൻ പറ്റും. And then find out some other dates from the past. ഇതുപോലെ വേറെ പല നമ്പേഴ്സും ഡേറ്റ്സും ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. His sister Meghna has her birthday on 11/2/2011 where the digits read the same from the left to right and the right to left. അതുപോലെ നോക്കി ഇവിടെ വന്നേക്കുന്നത്, ഇവിടുന്ന് 11/2/2011 എന്നുള്ളത് ഇവിടെ നിന്ന് വന്നാലും 11/20/2011 വായിക്കാൻ പറ്റും അല്ലേ?
അപ്പോൾ അത്തരം നമ്പേഴ്സ് നിങ്ങൾക്ക് പാസ്റ്റിലെ പഴയ നേരത്തെ ഉള്ളത് ചോദിച്ചിരിക്കുകയാണ്, അവർ ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. Jeevan was looking at the year of the calendar. He started wondering, why should we change the calendar every year? Can we not reuse the calendar? What do you think? അതായത് എല്ലാ വർഷവും നമ്മൾ കലണ്ടർ മാറി മാറി ഉപയോഗിക്കാറുണ്ട് അല്ലേ വാങ്ങിക്കാറുണ്ട്. എന്തിനാണ് അങ്ങനെ കലണ്ടർ മാറുന്നത്? നമുക്ക് സ്ഥിരമായിട്ടൊരു കലണ്ടർ പറ്റുമോ? ഇല്ല. ഈ വർഷത്തെ ഡേറ്റുകളൊന്നും ആയിരിക്കത്തില്ല അടുത്ത വർഷം അല്ലേ. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് ദ ലാസ്റ്റ് ഇയേഴ്സ് കലണ്ടർ വാസ് ഡിഫറെൻറ്റ് ഫ്രം ദിസ് ഇയർ ഓൾസോ. നെക്സ്റ്റ് ഇയേഴ്സ് കലണ്ടർ വിൽ ഓൾസോ ബി ഡിഫറെൻറ്റ് ഫ്രം ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഓരോ വർഷം ഇറങ്ങുന്ന കലണ്ടറിന് വ്യത്യാസമുണ്ടെന്ന് അർത്ഥം. ബട്ട് വിൽ എനി ഇയർ കലണ്ടർ റിപ്പീറ്റ് അഗെയിൻ ആഫ്റ്റർ സം ഇയേഴ്സ്? വിൽ യു ഡേറ്റ്സ് ആൻഡ് ഡേയ്സ് ഇൻ ദ ഇയർ മാച്ച് കറക്റ്റ്ലി വിത്ത് അനദർ ഇയർ? ഏതെങ്കിലും വർഷത്തിൽ ഈ വർഷത്തെ കലണ്ടറിലെ ഡേയും ഡേറ്റും കൃത്യമായി ഒരുപോലെ വരുന്ന വേറെ ഏതെങ്കിലും വർഷം ഉണ്ടാകുമോ? അതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്ങനെയാണെന്നറിയാമോ? ഒരു 28 ഇയേഴ്സിന് ശേഷം, ആഫ്റ്റർ ഈച്ച് 28 ഇയേഴ്സ് the dates and days exactly coincide അല്ലെ മാച്ച്. കോയിൻസൈഡ് അല്ലെങ്കിൽ മാച്ച് എന്ന് എഴുതാം കേട്ടോ. ഇനി അടുത്ത ഫിഗർ ഇറ്റ് ഔട്ട്. പ്രതിഭ യൂസസ് ദ ഡിജിറ്റ്സ് 4, 7, 3, 2 ആൻഡ് മേക്ക് ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 4-digit number with them. 2, 3, 4, 7, 7, 4, 3, 2. The difference between the two numbers is 5085. The sum of these two numbers is 9779. Choose 4-digit to make. ഇനി നോക്കി, ഇവിടെ ഇത് നമുക്ക് തന്നെത്താനെ ചെയ്യാൻ പറ്റുന്ന അതായത് തന്നെത്താനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം, പക്ഷേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് എടുത്തു, 4 ഡിജിറ്റ്സ് എടുത്തു, അത് വെച്ച് 2 നമ്പേഴ്സ് മേക്ക് ചെയ്തു, അതിൻ്റെ ഡിഫറൻസും സമൂഹമുണ്ട്. അതുപോലെ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് താഴെ പറഞ്ഞു, അതിനനുസരിച്ച് നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 5085. അതായത് 4-digit നമ്പറാണ്. നമ്മൾ 4-digitനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. 4-digit നമ്പറാണ്. പിന്നെ ലാർജസ്റ്റും സ്മോളസ്റ്റ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 5085, 5085 കൂടുതലായിരിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 8732. ഇത് വെച്ചിട്ട് ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കി, സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കി, അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കും. നോക്കി കണ്ടോ, ഈ തന്നിരിക്കുന്ന നമ്പർ 5085 കൂടുതലാണ്. നമ്മുടെ കണ്ടീഷൻ അത് മാത്രമേ ഉള്ളായിരുന്നു. എന്തായിരുന്നു? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 5085. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അടുത്തത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ലെസ് ദാൻ 5085. ഇനി ഈ നമ്പേഴ്സ് അടുത്തെന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ലെസ് ദാൻ 5085. ആദ്യം നമ്മൾ ഗ്രേറ്റർ ദാൻ 5085 ആണ് പറഞ്ഞത്, അടുത്തത് ലെസ് ദാൻ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1, 2, 3, 4 എന്ന് പറയുന്ന നമ്പറാണ്. അത് നമ്മളൊരു പ്രാവശ്യം കണ്ടതാണ്. ആ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്ര കിട്ടുന്നത്? 3087. ഈ 3087 എന്ന് പറയുന്നത് 5085 ചെറുതാണ്. ഇനി സം ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ 9779. അതായത് ലാർജസ്റ്റിനെ സ്മോളസ്റ്റും സം കാണുമ്പോൾ അത് 9779 കൂടുതൽ ആയിരിക്കണം. അതിന് നമ്മൾ 9876 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു, അത് തമ്മിലുള്ള നോക്കി 2 നമ്പേഴ്സും എടുത്തു, അത് തമ്മിൽ സമ്മാണ് കാണേണ്ടത് കേട്ടോ, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ നമ്പർ പ്ലസ് ഈ നമ്പർ. അപ്പോൾ എത്ര കിട്ടിയത്? പ്ലസ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്ര കിട്ടും? കണ്ടോ, ഈ നമ്പർ എന്ന് പറയുന്നത് 9779 വലുതാണ് അല്ലേ. 16665 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സം ഓൺ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ലെസ് ദാൻ 9779. ഇതുപോലെ തന്നെ, പക്ഷേ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണുന്നത്.
അത് ഈ തന്നിരിക്കുന്ന നമ്പർ 9777 ചെറുതായിരിക്കണം. അപ്പോൾ ഡിജിറ്റ്സ് 1 2 3 ആൻഡ് 8 ആണ് എടുത്തേക്കുന്നത്. ലാർജസ്റ്റ് നമ്പർ ഈക്വൽ ടു എത്രയാണ്? 8321. സ്മോളസ്റ്റ് നമ്പർ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മെന്ന് പറയുന്നത് നമുക്ക് എത്ര 9559 ആണ് കിട്ടിയിരിക്കുന്നത്. അതെന്താണ്? തന്നിരിക്കുന്ന നമ്പറിനെക്കാട്ടിൽ ചെറുതാണ്. അടുത്തതെന്ന് പറയുന്നത് വാട്ട്സ് ദ സം ഓഫ് ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 5 ഡിജിറ്റ് പാലിൻഡ്രോം. വാട്ട് ഈസ് ഇറ്റ്സ് ഡിഫറൻസ്? പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എങ്ങനെയാണെന്ന്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചാൽ രണ്ട് സൈഡിൽ നിന്നും വായിച്ചാൽ ഒരുപോലെ ഇരിക്കണം. അപ്പോൾ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് 5 ഡിജിറ്റ് പാലിൻഡ്രോമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 10001, ലാർജസ്റ്റ് എന്ന് പറയുന്നത് 99999. ഇത് തമ്മിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തമ്മിലുള്ള സമ്മ്, പിന്നെ അതിൻ്റെ ഡിഫറൻസ്. അത് തമ്മിലുള്ള സമ്മെന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുന്നതെന്ന് നോക്കിയേ. ഇത്രയുമാണ് അല്ലേ? എത്രയൊക്കെയായിരുന്നു? ഈ നമ്പറും ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു നമ്പർ കിട്ടുന്നത്. അടുത്ത ഡിഫറൻസും, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് കാണണം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Then the time now is 10:01. How many minutes until the clock shows next palindromic time? What about the one after that? ഇനി പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലോക്കിൻ്റെ സമയമാണ്. 10:01 എന്ന് പറയുന്ന സമയം. അതായത് ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും ഇവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാലും 10:01 വായിക്കും. അതുപോലെ 11:11 അതുപോലെ തന്നെയാണ് അല്ലേ? ആഫ്റ്റർ 70 മിനിറ്റ്സ് 10:01 11:11 തമ്മിൽ ഏകദേശം എത്ര വ്യത്യാസമുണ്ട്? 70 മിനിറ്റ്സിൻ്റെ വ്യത്യാസമുണ്ട്. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് പാലിൻഡ്രോമിക് വിൽ ബി 12:21 അല്ലേ? അതും പാലിൻഡ്രോമിക്കാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ഒരുപോലെ വായിക്കാൻ പറ്റും. ഹൗ മെനി റൗണ്ട്സ് ഡസ് ദ നമ്പർ 5683 ടേക്ക് ടു റീച്ച് കാപ്രേക്കർ കോൺസ്റ്റൻറ്റ്? അതായത് നമ്മൾ കാപ്രേക്കർ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എപ്പോഴാണ് എത്തുന്നത് എന്നുള്ളതാണ്. ഏതാണ് സംഖ്യ ഏതൊക്കെയാണെന്ന് അറിയാമോ? 5 6 8 3. ഇനിയും തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. ലാർജസ്റ്റ് നമ്പർ, അതായത് 5 6 8 3 കൊണ്ട് ഉണ്ടാക്കാവുന്ന ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 8653. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3568. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5085 ആണ്. ഈ 5085 അപ്പം നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് 5085 അല്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കുന്നത്. ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? 8550. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 0558. ഇത് തമ്മിലുള്ള മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? നമുക്ക് 2 9 9 7 7992. അപ്പം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7992. ഇത് വെച്ചിട്ട് ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും നമ്മൾ കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്ന ലാർജസ്റ്റ് നമ്പർ 9972, ബി എന്ന് പറയുന്നത് 2799. തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു. എത്രയാണ് കിട്ടുന്നത്? 3 7 then അല്ലേ? 7 then 1 7 അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത് 7173 എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അത് വെച്ചിട്ട് ലാർജസ്റ്റ് നമ്പർ ഉണ്ടാക്കുക. 7731 മൈനസ് 1377. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 4 5 അല്ലേ? 3 6. ഇനി ഈ തന്നിരിക്കുന്ന നമ്പറിനെ വീണ്ടും 6354 എന്ന് പറയുന്ന നമ്പർ, അതിൻ്റെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പം 6543 മൈനസ് 3456. ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. ദെൻ 3 മൈനസ് 6 പറ്റത്തില്ല. സോ 13. ഇവിടെ 3 ആവുന്നു. 13 മൈനസ് 6 എത്ര കിട്ടും? 7. ദെൻ 803 3087 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ 3087. ഇപ്പം എത്ര റൗണ്ടായി നോക്കണേ. ഓരോന്നും നിങ്ങൾ കൗണ്ട് ചെയ്യണം. ഇതിപ്പം
3087 എന്ന് പറയുന്ന സംഖ്യയാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 8730. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 0378. മൈനസ് ചെയ്യുക, നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3352 അല്ലേ. 8352 അല്ലേ. 8352 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഈ 8352 ഇതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ലാർജസ്റ്റും സ്മോളസ്റ്റും ഉണ്ടാക്കുന്നു. ഇത് ഏകദേശം 7ാമത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് എണ്ണണം. 8532 മൈനസ് 2358 ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 4716. സോ 6174 എന്ന് പറയുന്ന കാപ്രിക്കോർ കോൺസ്റ്റന്റ് നമുക്ക് ഇവിടെ ആയിട്ട് ഏകദേശം 7th റൗണ്ടിലാണ് ഇത് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം കേൾക്കാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.